എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താ വെച്ചാൽ ഞങ്ങളെ നാട്ടിൽ, അതായത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പന്തലൂർ ഗ്രാമം, അപ്പോൾ ഞങ്ങളെ നാടാണ്. അപ്പോൾ പന്തലൂർ ആ ഒരു വില്ലേജിൽ തന്നെയുള്ള ചിറ്റത്തുപാറ എന്ന് പറഞ്ഞ ഒരു മനോഹരമായ നല്ല ഒരു ആ ഗ്രാമത്തിൽ തന്നെയുള്ള മറ്റൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ നമുക്കൊരു പുതിയൊരു മീൻ കട തുറന്നിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഞങ്ങളിന്ന് വളരെ സ്പെഷ്യലായിട്ട് അമ്മയും ഞാനും അവിടെ വന്ന് മീൻ വാങ്ങി പോകുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളെല്ലാം ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തുന്നത്. ഒന്നാമത് അമ്മ അങ്ങനെ മീൻ വാങ്ങാനൊന്നും അങ്ങനെ വരില്ലല്ലോ. അപ്പം ഞാൻ തന്നെയൊക്കെ മീൻ വാങ്ങി വരുന്നു, അങ്ങനെ കടയ്ക്കൊന്നും അങ്ങനെ വരില്ല. അപ്പം ഇന്ന് അമ്മ ഒന്ന് വരികയാണ് മീൻ വാങ്ങാൻ വേണ്ടി. അപ്പോൾ ആ ഒരു വിശേഷങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കും. പുഴയ്ക്ക് കുറുകെയുള്ള പാലുണ്ട്. ഈ രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലാണിത്. പന്തലൂര്, ഇനി ഇപ്പുറത്തൊരു പുളിയിലങ്ങാടി, അതൊക്കെ ബന്ധിപ്പിക്കുന്ന പാലം. ആ പാലത്തിലൂടെയുള്ള യാത്ര. നമ്മൾ മീൻകടയിൽ ഏകദേശം എത്താനായി. ഇവിടെ സൈഡിൽ, ഇടത്തെ സൈഡിൽ കാണുന്നുണ്ട് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ നിർത്താം. അപ്പോൾ നമ്മളെ പുതിയ മീൻ കടയിലെ കാഴ്ചകൾ, ആ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണാം നമുക്ക്. ഉണ്ടോ മീൻ? അത്യാവശ്യം എല്ലാ തരത്തിലുള്ള മീനും ഉണ്ട്. ചെറു മത്സ്യങ്ങളും അതുപോലെ വലിയ മത്സ്യം എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ ആളുകൾ രാവിലെ തന്നെയൊക്കെ വാങ്ങി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കിളിമീനുണ്ട്, പിന്നെ ഇപ്പോൾ മത്തി, അങ്ങനെ ചെറു മത്സ്യങ്ങളും ഉണ്ട്, പിന്നെ വലിയ മത്സ്യങ്ങളെല്ലാം ഉണ്ട്. അമ്മ ഇപ്പോൾ അവിടെ വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു കുറച്ച് സമയം നമുക്ക് ആ ഇവിടുത്തെ ഒരു ദൃശ്യങ്ങളും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് പകർത്തി, അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മീൻ വാങ്ങി തിരിച്ചു പോകാനും. കാരണം നല്ല നല്ല ആ ഒരു പുഴേൻ്റെ അടുത്ത് തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ നല്ലൊരു കാലാവസ്ഥയാണ്, നല്ലൊരു തണുത്ത കാറ്റും എല്ലാം വന്ന്, അത്യാവശ്യം നല്ല ചൂട് വെയിലുള്ള സമയമാണെങ്കിലും അത് എവിടെ ഒരു തണുപ്പാണ്. പിന്നെ നല്ലൊരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു കട. ഞങ്ങൾക്കെന്ന് വെച്ചാൽ മീൻ കറി, മീൻ വറുത്തത് കൂട്ടിയിട്ടുള്ള ഉച്ചയൂണാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കാം നമുക്ക്, അങ്ങനെ വിചാരിച്ചാണ് ഇപ്പോൾ ഇവിടെ വന്നത്.
ഇപ്പം വെച്ചാൽ ഈ ഒരു പാലം വന്നതിന് ശേഷം ഇപ്പം നമ്മൾ നേരത്തെ കണ്ട പാലം വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ തന്നെ വളരെ നല്ലൊരു വികസനം അങ്ങനെ വന്നു തുടങ്ങി. ആദ്യമൊന്നും ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല. അതിപ്പോ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഇതാണിപ്പോ ചിറ്റത്തുപാറ എന്ന് പറഞ്ഞ ടൗണ്. വളരെ ഒന്നോ രണ്ടോ കടകളാണ്. ഇപ്പൊ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഞങ്ങൾ സ്ഥിരം യാത്ര ചെയ്ത വഴികളാണ്. ഇവിടെയൊക്കെ ഈ പുഴയിലൊക്കെ വന്ന് ഒരുപാട് കുളിക്കാൻ വരുന്നിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് കളിച്ചു വളർന്നൊരു സ്ഥലം കൂടിയാണിത്. അപ്പൊ അന്നൊക്കെ വളരെ കുറഞ്ഞ അതിൽ 2 കട അതാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സാധാരണ ഒരു മെയിൻ റോഡ് പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഈ അവിടെ ആ പാലം വന്നതിന് ശേഷമാണ് കണ്ടോ നല്ല നല്ല കടകൾ എല്ലാം വന്ന് നല്ലൊരു വികസനം ഇവിടെ വന്നു തുടങ്ങി. ഇപ്പൊ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ഇതിവിടെ കിട്ടും. പലതരത്തിലുള്ള ആളുകൾക്ക് വേണ്ട എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും കിട്ടുന്നൊരു സ്ഥലം കൂടിയായി മാറി. നല്ല രീതിയിൽ തന്നെ ഇവിടെ വളർച്ച വന്നു. അപ്പോൾ ഈ ബസ് നേരെ അങ്ങനെ പോകുന്നതും അങ്ങനെ മഞ്ചേരിക്ക് ഒരു റൂട്ട് അതിലുണ്ട്. പിന്നെ മീൻകടേൻ്റെ മുന്നിലൂടെ പോകുന്ന ഈ ഒരു വഴി ഇങ്ങനെ മഞ്ചേരിക്ക് പോകും. 2 റൂട്ടിലും ബസ് പോകുന്നുണ്ട്. പാലം വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇതിലെ ബസ് റൂട്ട് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളെ ഒരു ഗ്രാമത്തിലെ കാഴ്ചകൾ കൂടിയാണ്. അതാണ് നമ്മൾ ഈ ഒരു ടൗണും ഒക്കെ ഒന്ന് വിശദമായിട്ട് കാണിച്ചു പോകുന്നത്. 2026 ഏപ്രിൽ 12-ാം തീയതിയാണ് പിന്നെ ഞായറാഴ്ച രാവിലെ 9 മണിക്കാണ് നമ്മൾ കട ഉദ്ഘാടനം ചെയ്തത്. പിന്നെ നമ്മൾ 2-3 സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അതായത് വേപ്പൂര്, ചാലിയം, പൊന്നാനി എന്നിവിടങ്ങളിലാണ് സാധനം കൊണ്ടുവരുന്നത്. അതുപോലെ ഫ്രഷ് സാധനങ്ങൾ കൊടുക്കുക, മിതമായ വിലക്ക് കൊടുക്കുക എന്നാണ് നമ്മളെ ഉദ്ദേശം. മഞ്ചേരിയിൽ നിന്ന് പോരുമ്പോൾ പിന്നെ പുളിയിലങ്ങാടി പാലം കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റോപ്പാണ് നമ്മളെ കട വരുന്നത്. അത് പാണ്ടിക്കാട് നിന്ന് വരുമ്പോൾ ചിറ്റത്തുപാറ സ്റ്റോപ്പ് കഴിഞ്ഞാൽ അടുത്ത കടയായിട്ട് വരും നമ്മൾ. അത് നമ്മൾ കസ്റ്റമേഴ്സിന്, അതായത് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളും കൂടി ഉണ്ട് കടയ്ക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള മീൻ ഏതായാലും വാങ്ങാം. അപ്പം അമ്മ ഉണ്ടല്ലോ, അപ്പം അമ്മയും ഞാനൊക്കെ നോക്കിയിട്ട് അമ്മ നോക്കട്ടെ. സാധാരണ ചില അമ്മ ഇപ്പം ഞാൻ അങ്ങനെ വാങ്ങിക്കൊണ്ടുപോകലല്ലേ. അപ്പോൾ ഏതായാലും അമ്മ നോക്കിയിട്ട് ഏതാ വേണ്ടത് വെച്ചാൽ നോക്കി ഞങ്ങൾ വാങ്ങട്ടെ. ഏതാപ്പോൾ നമ്മൾ വാങ്ങുക? ഏതാ മീൻ വേണ്ടത്? ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്ത്. അപ്പം അമ്മ കുറേ കാലത്തിന് ശേഷമാണ് അതായത് മീൻ കടയിലൊക്കെ വന്ന് മീൻ വാങ്ങാൻ വരുന്നത്. കുറേ കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ടുണ്ടാവും. കുട്ടിക്കാലത്തൊക്കെ അമ്മ മീൻ വാങ്ങാനൊക്കെ പോയിരുന്നു എന്നുള്ളത് നമ്മളെ പഴയ ഓർമ്മകളിലൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ വീഡിയോയിൽ. ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു വിശേഷം കൂടി ഉണ്ട് ഇന്നത്തെ വീഡിയോയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ഒക്കെ വാങ്ങി വന്നു. നമ്മൾ കണ്ടില്ലേ അയല, പിന്നെ ഇത് വറക്കാനുള്ള കണ. ഞങ്ങൾ ഇഷ്ടപ്പെട്ട മീനാണ് കണ. അതുകൊണ്ട് പിന്നെ കണേനെയാണ് ഞങ്ങൾ ഇന്ന് വാങ്ങിയത് വറക്കാൻ. നമ്മൾ മുളക് ഇടുകയാണ് ചെയ്തത് ഇന്ന്. കണ്ടോ നമ്മൾ അയല മുളകിട്ടത്. കാരണം നമുക്കിന്ന് ചക്കക്കൂട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തേങ്ങ അരച്ച ചക്കക്കൂട്ടുള്ളതുകൊണ്ട് അയല മുളകിട്ടു. അത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു തേങ്ങ അരച്ച കറി, പിന്നെ ഇതും മീൻ മുളകിട്ടതും. പിന്നെ ഇതാ നമ്മൾ മീൻ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പം ഞങ്ങൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ നല്ല ഫ്രഷ് മീൻ. അപ്പം അതൊക്കെ എങ്ങനെയുണ്ട് ഒക്കെ നോക്കുകയും ചെയ്യാം. നമുക്ക് കഴിച്ച് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാമല്ലോ. അപ്പോൾ മീൻ വറക്കലും ഇവിടെ കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ഊണ് കഴിക്കായി. നമ്മൾ ഊണ് കഴിക്കുന്ന സമയമായി. രാവിലെ പിന്നെ ഞങ്ങൾ ഒരു 11 മണിയോട് കൂടി തന്നെ അവിടെയൊക്കെ പോയി വന്നു. ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ. നമ്മൾ ആ ചിറ്റത്തുപാറ മീൻ കട കണ്ട അവിടുന്ന് പിന്നെ പന്തലൂർക്കും അതേ വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ. പിന്നെ ഒന്ന് കുറച്ച് പോയാൽ പന്തലൂർ അങ്ങാടിയായി. പിന്നെ ഇവിടെ മഞ്ചേരിക്കും അതേ അധികം ദൂരമില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ എളുപ്പമാണ്. അവിടെ പോയി ഇനി അതെ മീൻ വാങ്ങിക്കാനൊക്കെ എളുപ്പമാണ് അങ്ങനെ വേണം തോന്നുന്ന സമയങ്ങളിൽ. അപ്പോൾ മീൻകറിയും മീൻ വറുത്തതും ചക്ക കൂട്ടാനും കൂട്ടിയിട്ടുള്ള ഒരു ഉച്ചയൂണും ആണ് ഇപ്പോൾ ഇന്ന്. എങ്ങനെയുണ്ട് പറയും? എങ്ങനെയുണ്ട് മീൻ? നല്ല ടേസ്റ്റ് ഉണ്ടോ?
അപ്പോൾ ഇന്നത്തെ നമ്മളെ ഊണ് നല്ല അടിപൊളി വിഭവങ്ങളാണ്. ഇത് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തന്നെയാണ് ഒക്കെ. നമ്മളെ മീനൊന്ന് നോട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.